BB6 പ്രേക്ഷകരുടെ പ്രതിനിധിയായി പോയ രണ്ടുപേരിൽ ഒരാൾ റസ്മിൻ ഭായ്. ആദ്യമായിട്ട് ഇതൊന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരുന്നു? എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അവളുടെ അടുത്ത് പറഞ്ഞാൽ അവൾ ലിസൺ ചെയ്യും, നമുക്ക് അതിനോടുള്ള സൊല്യൂഷൻ പറഞ്ഞു തരും. അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാം, നമുക്ക് ഇന്നവരെയും പോകാം, എന്താണെങ്കിലും റിസ്ക് എടുക്കാൻ റെഡി ആയിട്ടുള്ള ആളാണ്. ഇത് ഫുള്ള് റസ്മിന് കിട്ടിയ ട്രോഫികളാണ്. പുള്ളിയാണല്ലേ, കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നതല്ലായിരിക്കും അവള് ചെയ്യാൻ പോകുന്നത്. കാരണം ഒരു ഡിഫറെന്റ് ക്യാരക്ടറാണ് അത്. റസ്മിൻ അല്ലാതെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റിനെ ചോദിക്കുവാണെങ്കിലോ? എനിക്ക് ജിൻഡു. പുള്ളി ഭയങ്കരമായിട്ട് പാവത്തിന്റെ ഇതല്ലേ പറയണത് മണ്ടത്തരം. ശരിക്കും പറഞ്ഞാൽ ജാസ്മിന്റെ സ്വഭാവം ഇവളുടെ സ്വഭാവം ഒരേപോലെ. അളത്തില് പൊട്ടിത്തെറികളിലൊക്കെ വെറും തുടക്കം മാത്രമാണ് റസ്മിന്റെ സ്വഭാവം വെച്ചിട്ടാണ്. ഇത് വെറും ട്രെയിലർ ആണ്, ഇനി ഫുൾ ഫിലിം കാണാൻ. ഹായ്, ദിസ് ഇസ് മീനാക്ഷി. വെൽക്കം ടു സൈന സൗത്ത് പ്ലസ്. ഇന്ന് ആക്ച്വലി ഇപ്പോൾ നമുക്ക് ബിഗ് ബോസ് ആണ് എല്ലാവരുടെയും മനസ്സിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്നത്. BB6 നമ്മൾ ഓരോ കണ്ടസ്റ്റൻസിനെ ഇങ്ങനെ പരിചയപ്പെട്ട് വരികയാണ്. അതിലേറ്റവും ആകാംക്ഷയോടെ നമ്മൾ നോക്കുന്ന ഒരാളുണ്ട്, അതായത് പ്രേക്ഷകരുടെ പ്രതിനിധിയായി പോയ രണ്ടുപേരിൽ ഒരാൾ റസ്മിൻ ഭായ്. റസ്മിൻ ഭായിയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇത് മുഴുവൻ റസ്മിൻ ഭായിയുടെ ആളുകളാണ്. ആക്ച്വലി അച്ഛൻ, അമ്മ ആൻഡ് സിബ്ലിങ്സ് ആണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം അവരുടെ പേരും കാര്യങ്ങളും ഒക്കെ. എൻ്റെ പേര് റഷീദ്. എൻ്റെ പേര് റസീം. രഹന. എൻ്റെ പേര് ഹസീന. ഓക്കെ. അച്ഛൻ, അമ്മ ആൻഡ് സിബ്ലിങ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇവരുടെ വീടും എല്ലാം ഒന്ന് കാണാം. ഇത് ഫുള്ള് റസ്മിന് കിട്ടിയ ട്രോഫികളാണ്. അതിങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെ മുഴുവൻ. പുള്ളിയാണല്ലേ ആറ് നിങ്ങളുടെ ബാക്കി ഫുള്ള് റസ്മിൻ കവർ ചെയ്തിരിക്കുകയാണ് അല്ലേ? നേവൽ ബേസിൽ SCC ഒരു ഇതുണ്ട്. ഓഫീസറായിട്ട് ഓ ഇതല്ലേ എന്തായിരുന്നു? SCC NCC പോലെ SCC ഷീമൻഷിപ്പിന്റെ നേവൽ ബേസിൽ. അവൾ 5ാം ക്ലാസ് മുതൽ അതിൽ പോയി ജോയിൻ ചെയ്ത് അവിടുത്തെ പെറ്റി ഓഫീസറായിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കോളേജിൽ കയറിയ ശേഷം, വർക്കിന് കയറിയ ശേഷമാണ് ഇപ്പോൾ അവൾക്ക് പോകാൻ പറ്റാത്തത്. എന്നാലും അവരെന്ത് വിളിച്ചു കഴിഞ്ഞാലും അവളവിടെ പോകും, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അതെ, ഇതിനൊക്കെ കിട്ടിയ ട്രോഫികളാണ്. അത് കോളേജിൽ നിന്ന് കിട്ടിയതാണ്, ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്. അവള് വലിയൊരു ആഗ്രഹമായിരുന്നു. കാരണം ശരിക്കും പറയാം, അവളുടെ മിസ്സുമാര്, അവളുടെ ഫ്രണ്ട്സും എല്ലാവർക്കും അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പ്രിൻസിപ്പാൾ ഉൾപ്പെടെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടാണ് അവളെ ബിഗ് ബോസിലേക്ക് പോകാനുള്ള സമയത്തും അവർ പറഞ്ഞ ധൈര്യമായിട്ട് പോയിക്കോളാം. ഉമ്മിമാന്റെ ഫോൺ തരാം. ശരി പറ, ഉമ്മിമാന്റെ ഫോൺ തരാം. ഉമ്മിമാന്റെ ഫോൺ തരാം, പറ പേര് പറഞ്ഞു പിടിപ്പിച്ചു. എന്താ പേരെന്താ? മാസിയാണോ പോയിരിക്കുന്നത്? മാസി എങ്ങനെയുണ്ട് ബിഗ് ബോസിൽ? അടിപൊളിയാണോ? മാവയുടെ പേരെന്താ? അനിയത്തിയല്ലേ? എന്താ പേര്? ഇഷലാണോ? ഇതാരാ? അപ്പൊ ഐഷയാണോ? മാസി പോയിട്ട് എങ്ങനെയുണ്ട് ബിഗ് ബോസിൽ പോയിട്ട്? അടിപൊളിയാണോ? എന്തൊക്കെ ചെയ്യുന്നുണ്ട് മാസി അവിടെ? കുട്ടികൾ മാസിന്ന് വിളിക്കുന്നോണ്ട് ചോദിക്കാണ്. അത് ആക്ച്വലി ഹിന്ദി അല്ലേ? അപ്പൊ അതെങ്ങനെയാ? അതെന്തുകൊണ്ടാ? ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ സേട്ടുമാരാണ്. അപ്പൊ അതെവിടെയാ? ഒറിജിൻ എവിടെയാ? ശരിക്കും പറഞ്ഞാൽ അത് ഗുജറാത്താണ്. കച്ച് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളുടെ ഉത്ഭവം. പക്ഷെ തലമുറകളായിട്ട് അങ്ങനെ വന്നു ഇപ്പൊ എല്ലാവരും ആയി. അപ്പൊ ആ ലാംഗ്വേജ് നിങ്ങൾ യൂസ് ചെയ്യാറുണ്ട് വീട്ടിലപ്പോ? അങ്ങനെയാണോ സംസാരിക്കുക? പേരുകള് മാത്രം അങ്ങനെ വിളിക്കും അല്ലേ? സംസാരിക്കാൻ ഓൾറെഡി സംസാരിക്കുന്നുണ്ട്, പക്ഷെ അങ്ങനെ റെഗുലർ ആയിട്ട് അങ്ങനെ സംസാരിക്കില്ല. അറിയാം, എല്ലാവർക്കും അറിയാം ലാംഗ്വേജ്. അപ്പം റസ്മിൻ അച്ഛനെ അമ്മ എന്താ വിളിക്കാം? അബ്ബ ഉമ്മേന്നാണ്. ചേച്ചിയോ? ദീദി എന്നാവും അല്ലേ? ഹിന്ദി ഒരു ടച്ച് ഫീൽ ചെയ്തു. സോ അപ്പൊ ഇതാണ് ആക്ച്വലി റസ്മിന്റെ കോർ ഫാമിലി എന്ന് പറയുന്നത്. നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ ചേച്ചിയുണ്ട്, അനിയനുണ്ട്, ഉമ്മയുണ്ട്, അബ്ബയുണ്ട് ആൻഡ് ബ്രദർ ഇൻ ലോ ആണുള്ളത്. അപ്പൊ നമുക്ക് ഇവരോട് ചോദിക്കാം. റസ്മി ഇങ്ങനെ സെലക്ടഡ് ആയി എന്ന് പറഞ്ഞപ്പോ എന്താ തോന്നിയത്? ഈ സെലക്ഷൻ പ്രോസസ്സിനെ പറ്റിയൊക്കെ അറിയായിരുന്നോ? പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഇങ്ങോട്ട് പറഞ്ഞു കേട്ടപ്പോഴേക്കും വല്ലാത്തൊരു ഷോക്ക് പോലെ. ഷോക്കായിരുന്നു. അപ്പൊ എങ്ങനെ തിരിച്ച് റെസ്പോണ്ട് ചെയ്തത്? കിട്ടിയെന്നായപ്പോ? കിട്ടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി പോയി അല്ലേ? അവൾ അതിന് മുമ്പ് പോകുമ്പോ ഞാൻ പോയിക്കോട്ടെ എന്ന് പറയുമായിരുന്നു. ഞാൻ മോള് പോയിക്കോ, മോളുടെ ഇഷ്ടമല്ലേ, മോള് പോയിക്കോ, പോയി നോക്കെന്ന് പറയുമായിരുന്നു. ഓരോ പ്രാവശ്യം ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ വിളിക്കും, പോകും, വരെയൊക്കെ ചെയ്യുമ്പോഴും പറയുമായിരുന്നു.
ഞാൻ പോയിട്ട് വരട്ടെ ഞാൻ മോള് പോയിട്ട് വന്നു പറഞ്ഞു. പോയിട്ട് വന്നു. കാരണം അവൻ്റെ ഒരാഗ്രഹത്തിന് ഞാൻ എതിരെ നിന്നിട്ടില്ല. ഇത് ഞാൻ ആക്ച്വലി റസ്മിന്റെ ഒരു ഇന്റർവ്യൂ എടുത്തിരുന്നു. അപ്പൊ റസ്മിൻ ഇങ്ങനെ ഫുൾ ടൈം സംസാരിച്ചത് അതിനെ പറ്റിയാണ്. ഇങ്ങനെ എന്റെ ആഗ്രഹങ്ങൾക്ക് അങ്ങനെ തടസ്സം നിന്നിട്ടില്ല എന്നുള്ളതിനെ എന്നോട് പറഞ്ഞു ഞാൻ പോയിക്കോട്ടെ, ധൈര്യമായിട്ട് പോയിക്കോന്ന് പറഞ്ഞു. പോയിക്കോന്ന് പറഞ്ഞു. അച്ഛന്റെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ഇത് എനിക്ക് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ആണ് മനസ്സിലായത് അല്ലേ? നിങ്ങളോട് എപ്പോഴാ പറയുന്നത്? കാരണം അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആരോടും പറയരുത്. പക്ഷെ പോകുമ്പോ ഉള്ള കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞിട്ടാ പോകുന്നത്. ബ്രദർ പറഞ്ഞു ദീദി ആപ്പ് വിളിച്ചില്ലേ ഒരു കാര്യം ഉണ്ടെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായിരിക്കും. അപ്പം അവൻ പറഞ്ഞ് ആപ്പ് വിളിച്ചിട്ട് പറഞ്ഞോളൂ ദീദിൻ്റെ അടുത്ത് നിന്ന്. അപ്പം ഞാൻ ടെൻഷനായി, പക്ഷെ എന്തായിരിക്കും കാര്യം. പിന്നെ രാത്രി പുള്ളിക്കാരത്തി വിളിച്ച് പറഞ്ഞു. അപ്പം ഞാൻ റസ്മി ബിഗ് ബോസിൽ പോകാൻ പോണാ എന്നുള്ള ഇതിലായി പോയി. ഭയങ്കര ഷോക്കായി പോയി. അല്ലേ? എന്തായിരുന്നു അനിയന്റെ റിയാക്ഷൻ? എന്തായിരുന്നു? എന്താ വിളിക്കുന്നത്? റസ്മിനെ എന്താ വിളിക്കുന്നത്? വിളിക്കുന്നത്. ഓക്കെ, എന്തായിരുന്നു റിയാക്ഷൻ? നെറ്റിപ്പോയി കേട്ടപ്പോ തന്നെ സന്തോഷമായി. പക്ഷെ എല്ലാവരും വളരെ സന്തോഷമായി. ഇവിടെ അടുത്തുള്ള വീട്ടുകാരിലൊക്കെ അറിയുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണോ അല്ലേ? അപ്പൊ എന്തായിരുന്നു റിയാക്ഷൻ? ഇവരുടെയൊക്കെ റിയാക്ഷൻ, അടുത്തുള്ള നെയ്ബേഴ്സിന്റെ റിലേറ്റീവ്സിന്റെ അവർക്കെല്ലാം വല്ലാത്തൊരു അത്ഭുതം തന്നെ. അത്ഭുതമായിരുന്നോ? എല്ലാരും ചോദിക്കണേ ഇതെങ്ങനെ കിട്ടി ബിഗ് ബോസ് ഇപ്പം കുറച്ച് നാളല്ലേ ആയുള്ളൂ. അപ്പം നമ്മൾ എല്ലാവരും ഇങ്ങനെ അനലൈസ് ചെയ്ത് വരും. ഒബ്വിയസ്ലി നമ്മുടെ ഈ ജനങ്ങളുടെ ഇടയിൽ നിന്ന് രണ്ടുപേര് പോയിട്ടുണ്ട്. നമ്മൾ അവരെ ഒന്ന് കീനായിട്ട് വാച്ച് ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ റസ്മിനെ നോക്കുമ്പോൾ ചെറുതായിട്ട് ചെറിയ പൊട്ടിത്തെറിയൊക്കെ കാണുന്നുണ്ട്. എങ്ങനെയുള്ള ആളാണ്? ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണോ? ദേഷ്യപ്പെടുന്ന ആളാണോ? ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. കാര്യം കണ്ടതിന് എന്ത് കംപ്ലൈന്റ് ആണെങ്കിൽ അത് എന്താണെന്നുള്ള കാര്യം തിരുത്തി പറഞ്ഞു കൊടുക്കും. അത് ആരാണ് എന്താണെന്നൊന്നുമില്ല. ഭയങ്കര വാശിയാണ്. ഇപ്പം നമ്മളിപ്പം എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അവളുടെ അടുത്ത് പറഞ്ഞാൽ അവൾ ലിസൺ ചെയ്യും. നമുക്ക് അതിനോടുള്ള സൊല്യൂഷൻ പറഞ്ഞു തരും. അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യും. ദീദി ഇങ്ങനെയൊക്കെ ചെയ്യാം, നമുക്ക് ഇന്നവരെയും പോകാം, എന്താണെങ്കിലും റിസ്ക് എടുക്കാൻ റെഡി ആയിട്ടുള്ള ആളാണ്. നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഫുൾ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യും. ഈവൻ ഫാമിലി മാത്രമല്ല, കസിൻസ്, ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സ്, അതുപോലെ തന്നെ എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യാൻ ബെസ്റ്റാണ്. പിന്നെ എന്തുണ്ടെങ്കിലും പുള്ളിക്കാരത്തിനടുത്ത് നമുക്ക് തുറന്നു പറയാം. എങ്ങനെയാണെങ്കിലും പുള്ളിക്കാരത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കി തരും അല്ലേ? ആളുടെ ലൈഫ് കൊണ്ട് എനിക്ക് തോന്നുന്നത് പ്രൂവ്ഡ് ആണ്. വളരെ ഡിഫറെന്റ് ആയിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അല്ലേ? ഇപ്പൊ ബിഗ് ബോസ് ഹൗസിൽ പോകുമ്പോൾ അവിടെ എടുക്കുന്ന കണ്ടസ്റ്റൻസിന് കുറെ ക്വാളിറ്റീസ് വേണമെന്ന് പറയല്ലേ? അപ്പൊ റസ്മിന് എന്തൊക്കെ ക്വാളിറ്റീസ്, റസ്മിന്റെ ഏറ്റവും കോർ ക്വാളിറ്റീസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എന്തൊക്കെയാണ്? മെയിനായിട്ടും അവളെല്ലാവരും ലിസൺ ചെയ്യും. പിന്നെ അവൾക്ക് കുറച്ച് ലീഡർഷിപ്പ് കപ്പാസിറ്റി ഉണ്ട്. അവൾ ശ്രദ്ധിച്ച് എല്ലാവരും ഒബ്സർവ് ചെയ്തിട്ട് അവൾ എന്തെങ്കിലും ഡിസിഷൻ എടുക്കുള്ളൂ. പിന്നെ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യും. അതേമാതിരി തന്നെ ഇപ്പം എന്തുണ്ടെങ്കിലും റെഡിയാണ് പുള്ളിക്കാരത്തി. ഇപ്പം ഈ ബിഗ് ബോസ് പോലത്തെ ഒരു പരിപാടിയിലൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടെ കുറച്ച് സ്ട്രോങ് ആവണം. കാര്യങ്ങളായിരിക്കും റിയാക്ട് ചെയ്യാൻ ചാൻസ്? ഇപ്പൊ ഇനി 100 ദിവസം അവിടെ താമസിക്കണം, എന്തിലൊക്കെ ആയിരിക്കും റസ്മിൻ റിയാക്ട് ചെയ്യാൻ ചാൻസസ് ഉള്ളത്? നിങ്ങൾക്ക് അത്രയും അടുത്തറിയാമല്ലോ. എല്ലാവരും സർപ്രൈസ് ആയിരിക്കും, ഒന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നതല്ലായിരിക്കും അവള് ചെയ്യാൻ പോകുന്നത്. കാരണം ഒരു ഡിഫറെന്റ് ക്യാരക്ടറാണ് അത്. നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഉമ്മി പോവാൻ നേരത്തെ എന്തൊക്കെയാ പറഞ്ഞു വിട്ടത്? ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു വിട്ടോ? ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു അധികം അങ്ങനെ ആരോടും ദേഷ്യപ്പെടരുത്, എല്ലാവരോടും നിൽക്കണം. ടെൻഷൻ ഉണ്ടായിരുന്നു ആൾക്ക്? ടെൻഷൻ ഉണ്ടായിരുന്നു, നല്ല ടെൻഷനായിരുന്നു. അതെയോ? എന്തെങ്കിലും? കാരണം ആദ്യം ഒന്നും ടെൻഷൻ ഇല്ലായിരുന്നു. പക്ഷെ ആ പോകുന്ന ആ ടൈം ആയപ്പോഴേക്കും ആളങ്ങട്, കാരണം വെച്ചാൽ ഞങ്ങളെ അങ്ങനെ വിട്ട് നിന്നിട്ടില്ല, കാണാതെ നിൽക്കൂല. കാരണം നല്ലൊരു ജോലി കിട്ടിയിട്ട് ദുബായിൽ അവൾക്ക് നല്ലൊരു സെലക്ഷൻ ജോലി കിട്ടിയായിരുന്നു. ഞങ്ങളെ വിട്ട് പോകൂല എന്നുള്ള ഒറ്റ വാശിയിൽ അവൾ ആ ജോലി വേണമെന്ന് വെച്ചാൽ നല്ല സാലറി, കുറച്ച് ഹോം സിക്നസ് ഒക്കെ ഉള്ള ആളാണ്. അതെ അല്ലേ? അപ്പൊ ഈ 100 ദിവസം എനിക്കൊന്നും ഇപ്പൊ പറഞ്ഞില്ല, അധികം മാറി നിന്നിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഈ 100 ദിവസം മാറി നിൽക്കാൻ പോവായിരുന്നു ഹോപ്പ്ഫുള്ളി. അപ്പൊ എന്താണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നിങ്ങള്? ഇമോഷണലാണോ? പറഞ്ഞോ. കാരണം എന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. കൂടുതലും ഇവനായിട്ടാണ് തല്ലുകൊടുത്ത് മുഴുവൻ. പക്ഷെ അവളില്ലെങ്കിൽ ഇവനക്ക് ഭയങ്കര മൂഡ് ഔട്ടാണ്. ആണോ? ഇവൻ ദുബായിലായിരുന്ന സമയത്തും മിസ് ചെയ്യണ്ടെന്ന് വെച്ചാല് എന്തായാലും വീട്ടിലെ ആരെങ്കിലും ഒക്കെ ഉണ്ട് ചൊറിയാൻ, തല്ലുപിടിക്കാനൊക്കെ മെയിനായിട്ട് ഇവര് തമ്മിലാണ് ഇടി വീഴണത്. ആണോ? ഇടയിൽ വന്ന് ഞാനാണ് മാത്രം. ഈ ബിഗ് ബോസിൽ പോയിട്ട് ഇത്രയും ഇപ്പൊ 5 സീസൺ കഴിഞ്ഞിട്ടുണ്ട്, 6ാമത്തെ സീസൺ ബിഗ് ബോസ് കാണാറുണ്ടായിരുന്നോ? കാണാറുണ്ടല്ലേ? ഇല്ല, പഴയതും അങ്ങനെ റെഗുലർ ആയിട്ടൊന്നും കണ്ടിട്ടില്ല. പക്ഷെ അറിയാം, ബിഗ് ബോസിനെ പറ്റി അറിയാം. ഈ ബിഗ് ബോസ് ഇറങ്ങി കഴിയുമ്പോൾ ഒരുപാട് കണ്ടസ്റ്റൻസിന്റെ ഒരു വലിയ പ്രശ്നമായിട്ട് അവർ പറയുന്ന ഒരു കാര്യമാണ്, അതായത് അവര് എന്താണോ അതുപോലെ അല്ല കാണാൻ പറ്റുന്നതെന്ന്. ഇപ്പൊ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. എന്നാലും ഞാൻ ചോദിക്കാം, റസ്മിൻ എന്താണോ അതുപോലെ തന്നെയാണോ റസ്മിനെ കാണുന്നത്, അതോ വ്യത്യാസമായിട്ടാണോ കാണുന്നത്? ഇല്ല, അവളെന്താണോ അത് തന്നെയാണ്, അത് തന്നെയായിട്ടാണോ പുറത്ത് വരുന്നത് അല്ലേ?
ഓക്കെ ആയിട്ടാണ് പോകുന്നത്. റസ്മിൻ അവിടെ ഓക്കെ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഓക്കെ ആണെന്ന് തോന്നുന്നു. ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ട്. ഇനി എന്താണ് കുറെ ദിവസം കഴിയുമ്പോൾ ഇനി അറിയാൻ പറ്റും എന്താണ് ഏതാണെന്നല്ലോ. ഇതുവരെ ഓക്കെയാണ് അവള്. ഓക്കെ ആയിട്ടാണ് പോകുന്നത്. പോർട്രേ കറക്റ്റ് ആയിട്ടാണ് എല്ലാവരും കാര്യങ്ങളും ചെയ്യുന്നത്. കാണുന്നത് അല്ലേ? റസ്മിന് ഇപ്പൊ ഉള്ളതിൽ വെച്ചിട്ട് ഒരു എതിരാളി എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ആരായിരിക്കും? എനിക്ക് തോന്നുന്നത് റോക്കി. ഓക്കെ. ഇപ്പൊ വെച്ചെതിരാ കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ ഇടിയും കൂടി ആകത്തേക്കും ഒന്ന് കൊളുത്തിയില്ലേ? അതെ, ഒന്ന് കൊളുത്തി. ശരിക്കും വിട്ടുകൊടുക്കൂല അത്. ആണോ? റസ്മിൻ അല്ലാതെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റിനെ ചോദിക്കുവാണെങ്കിലോ? സിജു ആണ്. എനിക്ക് ജിൻഡു. അതെന്താ? പുള്ളി ഭയങ്കരമായിട്ട് പാവത്തിന്റെ ഇതല്ലേ ആണോ? പറയണത് മണ്ടത്തരം. അത് രശ്മി എടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. അതെയോ? റസ്മിൻ എങ്ങനെയുള്ള ആളാണ്? ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കൊണ്ടു നടക്കുന്ന ഒരാളാണോ? ഫ്രണ്ട്ലി ആവുന്ന ആളാണോ? അതെയല്ലേ? ഇപ്പൊ റസ്മിൻ അവിടെ ഫ്രണ്ട്ലി ആയിട്ടുള്ളതായിട്ട് തോന്നുന്നത് ആരോടാ? ജാസ്മിനോടാണ് കൂടുതലും. ജാസ്മിനോടാണെന്ന് തോന്നുന്നു അല്ലേ? എന്തുകൊണ്ടായിരിക്കും അവര് തമ്മിൽ ഇങ്ങനെ ബോണ്ടാവുന്നത്? കാരണം അവര് തമ്മില് ശരിക്കും പറഞ്ഞാൽ ജാസ്മിന്റെ സ്വഭാവം ഇവളുടെ സ്വഭാവം ഒരേപോലെയാണ്. അതുകൊണ്ടായിരിക്കും ഒരുപോലെ പോകുന്നതെന്നാണ് പറയുന്നത് അല്ലെ? എന്താണ് ഇപ്പൊ റസ്മിൻ ഇപ്പൊ ഒരു നമ്മളെ ജനങ്ങളെ റെപ്രസെന്റ് ചെയ്ത ഒരാളായിട്ട് പോയിരിക്കുകയാണ്. ആക്ച്വലി ഇനി വേണമെങ്കിൽ നമുക്കൊരു സെലിബ്രിറ്റി എന്ന് തന്നെ വിളിക്കാം. കാരണം നമ്മളെല്ലാം റെപ്രസെന്റ് ചെയ്ത് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ചെന്ന് നിൽക്കുകയാണ്. എന്തൊക്കെയാണ് ആളുടെ ഡ്രീംസ് എന്ന് അറിയാനൊരു താല്പര്യമുണ്ട്. എന്താണ് ആള് ആക്ച്വലി സെന്റ് ട്രീസാസിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ്, അങ്ങനെ ബുള്ളറ്റ് റൈഡറാണ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ പുള്ളിക്കാരുടെ എയിംസും ഗോൾസും ഒക്കെ? അവൾക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അവൾ പഠിച്ച കോളേജിൽ തന്നെ ജോലിക്ക് കയറണമെന്നും. അതേപോലെ അവളുടെ മിസ്സുമാർ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തും അവളുടെ മിസ്സുമാർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ജോലിക്കാണെങ്കിലും അവളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവൾക്ക് ആ കോളേജിനോട് ഭയങ്കര ഇഷ്ടമാണ്, ഫ്രണ്ട്സിനോട് ഭയങ്കര ഇഷ്ടമാണെന്ന് ഇവർക്കറിയാം. അവർ തന്നെയാണ് അവളെ വീണ്ടും അവിടെ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് വിളിപ്പിച്ചത് തന്നെ. അവൾക്ക് കോളേജും ഫ്രണ്ട്സും കഴിഞ്ഞിട്ട് അവള് ബാക്കി എന്നുവെച്ചാൽ ഫാമിലി ഇല്ലാന്നല്ല പറയണത്, കൂടുതലും ഫ്രണ്ട്സാണ്. ഫ്രണ്ട്സാണ്. കുറച്ച് ഔട്ട് ഗോയിങ് ആയിട്ടുള്ള പേഴ്സൺ ആണ് അല്ലേ? സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന, കുറച്ച് ആക്റ്റീവ് ആയിട്ട് എല്ലാത്തിലും നിൽക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നു. എല്ലാത്തിലും കയറിയിടും. എല്ലാത്തിലും കയറിയിടും. എല്ലാ പരിപാടിയിലും കൈപിടിക്കും അല്ലേ? അങ്ങനെ ഒരാളാണ്. ഇപ്പൊ അവൾക്കൊരു ചമ്മലില്ല, എന്ത് കാര്യം ചെയ്യും. ബോൾഡാണ്. ഇപ്പൊ പാട്ട് പാടണം, പാട്ട് പാടും, ഡാൻസ് കളിക്കണം, അല്ല എന്ത് വേണമെങ്കിലും ചെയ്യും. പാട്ട് പാടും, ഡാൻസ് കളിക്കും, എല്ലാം ചെയ്യും. ഓക്കെ. അങ്ങനെ മാറി നിൽക്കണ താല്പര്യമില്ല. ആൾക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ കോമണർ ഇപ്പൊ കുറച്ച് ദിവസം മുന്നേ ഈ കോമണേഴ്സിന് രണ്ടുപേരെ അനൗൺസ് ചെയ്തിരുന്നില്ലേ? അപ്പൊ വന്ന വലിയൊരു ടോക്കാണ്, അതായത് ഇവര് കോമണേഴ്സ് അല്ല, സെലിബ്രിറ്റീസ് തന്നെയാണ്, മിനി സെലിബ്രിറ്റീസ് ആണ് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് എന്താ അതിനെപ്പറ്റി പറയാനുള്ളത്? അച്ഛനൊന്നും മിണ്ടാണ്ടിരിക്കാണല്ലോ. പക്ഷെ അവളങ്ങനെ സെലിബ്രിറ്റി അല്ലല്ലോ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ പറഞ്ഞ ബിഗ് ബോസിലും അങ്ങനെ ഒരു ടോക്ക് വരുന്നുണ്ട്, ചെറുതായിട്ട് പറയുന്നുണ്ട്. മറ്റേ ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ട്രോളിന്റെ ഇതിലല്ലേ സെലിബ്രിറ്റി ആണെന്നൊക്കെ പറയണത്. വേറെ എനിക്കൊന്നും തോന്നുന്നില്ല സെലിബ്രിറ്റീസ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ക്ലെയിം വന്നത് എന്നൊരു ഐഡിയ ഉണ്ടോ? കാരണം അവൾ ആങ്കറിംഗ് ഒക്കെ ചെയ്യാറുണ്ട്, കുറെ സെലിബ്രിറ്റീസിനെ അവൾ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ചിലപ്പോ ഇനി അതുകൊണ്ടാണോ എന്നറിയില്ല, അത് അവളുടെ വർക്കിന്റെ ഒരു ഭാഗമാണ് അല്ലെ? എന്തായാലും റസ്മിൻ ഇപ്പൊ അവിടെ പോയിരിക്കാണ്, പൊളിച്ചിട്ട് വരട്ടെ അല്ലെ? 100 ദിവസം തികച്ച് കപ്പും കൊണ്ട് വരട്ടെ എന്ന് നമുക്ക് ഹോപ്പ് ചെയ്യാം. സോ ഇരിക്കുന്ന മുഴുവൻ റസ്മിന്റെ ഫ്രണ്ട്സും കസിൻസും ആണ്. നമുക്ക് അവരോട് ചോദിക്കാം റസ്മിൻ ഇപ്പൊ എങ്ങനെയുണ്ട് ബിഗ് ബോസിൽ എന്നുള്ളത്. എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? റസ്മിൻ ബിഗ് ബോസിൽ പോവാണെന്ന് നേരത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നോ? എല്ലാവർക്കും അറിയായിരുന്നു. അപ്പൊ ആദ്യമായിട്ട് വന്ന് ഈ പറയുമ്പോ എന്താണ് പറഞ്ഞേ? അറിയില്ലായിരുന്നോ? ഫ്രണ്ടാണോ? പിന്നെ കസിനായിട്ട് അറിയില്ലായിരുന്നു, ഇവർക്ക് എല്ലാവരും അറിയാം. അതെയോ? എങ്ങനെയാ വന്ന് റിവീൽ ചെയ്തത്? ഇതുപോലെ ഗ്രൂപ്പിൽ ആദ്യം മെസ്സേജ് ഇട്ട് എന്നിട്ട് പറഞ്ഞ് ഒരു സർപ്രൈസ് ഉണ്ട് എല്ലാവർക്കും റെസിപ്പി. അപ്പൊ നമ്മൾ വിചാരിച്ചു ലോട്ടറി അടിച്ചെന്നാ വിചാരിച്ച, പക്ഷെ ലോട്ടറി അല്ല, അതിലും വലുതായിരുന്നു. അതെ, അങ്ങനെ എല്ലാരും ഗസ് ചെയ്ത് വന്നപ്പോ എന്റെ സിസ്റ്റർ അത് ബിഗ് ബോസ് ആണെന്ന് കണ്ടുപിടിച്ച്, എന്റെ സിസ്റ്ററാണ്. അങ്ങനെ അത് ഓക്കെ. ലാസ്റ്റ് എല്ലാരും പറഞ്ഞ് കൂടി, നല്ല സന്തോഷമായിരുന്നു, ഹാപ്പി ആയിരുന്നു, നല്ല അടിപൊളിയായിട്ട് എല്ലാരും എൻജോയ് ഒക്കെ ചെയ്തിട്ടാ പോയി. കേക്കൊക്കെ മുറിച്ച്. അതെ അല്ലേ? ഫ്രണ്ട്സിനോട് ചോദിക്കട്ടെ, കസിൻസിന്റെ പാർട്ട് കേട്ടു. ഫ്രണ്ട്സ് ആരാദ്യം അറിയുന്നത്? എങ്ങനെ നിങ്ങൾ അറിയുന്നത്?
ഓൾറെഡി ഞങ്ങള് 2024 ജനുവരി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ നിങ്ങളെ കോമണറായിട്ട് അപ്പൊ ഞാൻ ചോദിച്ചായിരുന്നു അവളുടെ അടുത്ത് നിനക്ക് അപ്ലൈ ചെയ്തുകൂടി. അപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട്, കിട്ടുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം എന്തായാലും കിട്ടും എന്നുള്ളത്. പിന്നെ അവൾ ആ സ്റ്റോറി ഇട്ടായിരുന്നു വാട്സപ്പിൽ ഇൻസ്റ്റയിലൊക്കെ, മറ്റേ കോമണറിന്റെ ആഡ് വന്നില്ലേ, അപ്പൊ ഞങ്ങൾ എല്ലാവരും അറിഞ്ഞു. ഓക്കെ, ഇവിടെ ഇയാൾക്ക് എന്തോ പറയാനുണ്ടല്ലോ. ഞാൻ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ ആദ്യം അവളെ വിളിച്ച് ഞാൻ ചോദിച്ചു, റസ്മി ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അതിൽ എത്രത്തോളം സത്യമുണ്ട്, ഒരു കള്ളവേ പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞ് അന്നാ സത്യം പറയാം, കിട്ടി, പക്ഷെ കൺഫേം അല്ല, നീ ഇതൊരാളോടും പറയരുതെന്ന് പറഞ്ഞു. നാളെ ഏഷ്യാനെറ്റ് ഇപ്പൊ എന്നെ പുറത്തു വിടുമെന്ന് പറഞ്ഞു. പക്ഷെ അതുവരെയും വെയിറ്റ് ചെയ്യാനുള്ള സാവകാശം എനിക്കുണ്ടായില്ല. ഞാനത് രാത്രി ഗ്രൂപ്പിൽ പറഞ്ഞു. അവൾ എന്നെ വിളിച്ച് ഒരുപാട് ചീത്ത പറഞ്ഞു, നീ എന്ത് പണിയാ കാണിച്ചത്. പക്ഷെ അതും പിന്നെ അതൊരു സന്തോഷത്തിന്റെ യാത്രയായിരുന്നു അവിടെ നിന്ന് ഇവിടം വരെ. അവള് ഹാപ്പി ആവുന്നതിനേക്കാളും ഉപരി ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ്. ഞങ്ങളിൽ ഒരാളായിട്ട് നമ്മളിൽ ഒരാളായിട്ട് സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയിട്ട് അവിടെ നിൽക്കണതിൽ വളരെയധികം ഹാപ്പിയാണ് അല്ലേ? ആദ്യമായിട്ട് ഇതൊന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരുന്നു? അതാ എനിക്കറിയണ്ടേ. ഇതിന് മുന്നേ എനിക്കറിയായിരുന്നു ഇങ്ങനെ പോകുന്നുള്ള ഒരു ഓഡീഷന് കൊടുത്തിട്ടുണ്ടെന്ന് അറിയായിരുന്നു. പക്ഷേ അപ്പം അത്രയും അന്ന് കിട്ടൂല ആ ഒരു രീതിയിൽ കുറേ പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു രീതിയിൽ. പിന്നെ കിട്ടിക്കഴിഞ്ഞ് ഇവിടെ ഷൂട്ടിന് വന്നപ്പോൾ നമ്മൾ അറിയണത് ഇതേപോലെ ഇങ്ങനെ കിട്ടി എന്നുള്ളത് ഉറപ്പിക്കണത്. അപ്പൊ നമുക്ക് അപ്പൊ പറഞ്ഞു റിവീൽ ചെയ്യാൻ പറ്റില്ല, അവര് എന്നെ റിവീൽ ചെയ്യും, അതിനുശേഷം നമുക്ക് റിവീൽ ചെയ്യാം. നമുക്കിപ്പോ വിശ്വസിക്കാൻ പറ്റണ്ടല്ലോ, സത്യമാണ്. അപ്പൊ കുറെ വട്ടം ചോദിച്ചിട്ടാണ് സത്യമാണ് കിട്ടി എന്നിട്ടാണ് ഇതായെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അപ്പൊ വിശ്വസിച്ചത്. എങ്ങനെയുണ്ട് ഇപ്പൊ റസ്മിൻ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞു? അടിപൊളിയാണ്. അളിത്തിരി പൊട്ടിത്തെറികളിലൊക്കെ അല്ല റസ്മിൻ നോർമലാണ്, എനിക്ക് വരാൻ കിടക്കണേ ഉള്ളൂ. അത് വെറും തുടക്കം മാത്രമാണ് റസ്മിന്റെ സ്വഭാവം വെച്ചിട്ടാണ്. ആദ്യം സൈലന്റ് ആയിരുന്നല്ലോ. അപ്പൊ നമ്മൾ ചോദിച്ചാൽ എന്താണ് അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ഇതാക്കണത്, ഇങ്ങനെ അല്ലല്ലോ ആളെ ക്യാരക്ടർ, ആ ഒരു ഇതിലേക്കായി. പിന്നെ അതിന് ഇപ്പൊ 2 ദിവസം മുമ്പുള്ള പ്രൊമോ കണ്ടപ്പോ മനസ്സിലായി ആള് തന്നെയാണ്. ഇപ്പൊ മനസ്സിലായി ഇങ്ങനെ ആളും ആക്റ്റീവ് ആയിരുന്നു. എല്ലാവരും പറഞ്ഞിട്ട് ആക്റ്റീവ് അല്ലാന്ന്. പക്ഷെ മൂപ്പര് എല്ലാവരുടെയും ക്യാരക്ടർ ഒക്കെ നോക്കി പഠിച്ചിട്ട് ഒബ്സർവ് ചെയ്തിട്ട് വീട്ടിലും ഇങ്ങനെ ദേഷ്യപ്പെടുന്ന ഒരാളാണ്. ഫസ്റ്റ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്ത് പുള്ളിക്കാരി എൻ്റർ ചെയ്ത് പിന്നെ എല്ലാവരും പരിചയപ്പെടുത്തി കയറ്റി ഓരോരുത്തർ വരുമ്പോഴും ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്ന കുറേ പേര് ഇങ്ങനെ ആകെ കൺഫ്യൂസ്ഡ് ആയി. എന്ന് വെച്ചാൽ ഇവരെയൊക്കെ ആയിട്ടാണോ മത്സരിക്കുക. പക്ഷേ അത് കഴിഞ്ഞ് ജസ്റ്റ് അടുത്ത മൊമെന്റിൽ തന്നെ പുള്ളിയുടെ വായിന്ന് മോഹൻലാൽ സാറിനോട് തന്നെ വന്ന ഡയലോഗ് എന്ന് പറഞ്ഞാൽ, ഒത്തിരി പേരുണ്ട്, വന്നവരൊക്കെ അടിപൊളിയാണ്, എന്തായാലും ഒരു യുദ്ധം നല്ല രീതിയിൽ ഉണ്ടാവും എന്നുള്ള ഡയലോഗാണ്. അതൊരു മാസ് എൻട്രി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങളിപ്പോ ആക്ച്വലി പറയുന്നത് ഇത് വെറും ട്രെയിലർ ആണ്, ഇനി ഫുൾ ഫിലിം അതായത് നമ്മള് ഇത്രയും കസിൻസില് പുള്ളിക്കാരി ഡിഫറെന്റ് ഭയങ്കരമായിട്ട്. ഞങ്ങള് എല്ലാത്തിലും ഒതുങ്ങി സ്റ്റാൻഡ് ഔട്ട് എല്ലാത്തിലും അച്ചീവ് ചെയ്യും. ഇപ്പൊ ബോൾഡാണ് ആൾക്കൊന്ന് തോന്നിക്കാൻ അത് അച്ചീവ് ചെയ്യും. നമ്മളിപ്പോ റസ്മിനോട് റസ്മി നീ അത് ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ ചോദിക്കും, അത് ചെയ്താൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് എന്താണ്, ഞാൻ ആദ്യം അതൊന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ എന്നിട്ട് ബാക്കിയുള്ള കാര്യം. അതെ 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 അത് ഇപ്പൊ ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിലേക്ക് പെട്ടെന്നുള്ളൊരു ചേഞ്ചിങ്ങാ. +1 റസ്മിൻ ബായ് എന്ന് പറഞ്ഞൊരു കുട്ടി സ്കൂളിൽ വരുമ്പോൾ CBSE പഠിക്കുന്ന ഒരു കുട്ടി ഗവൺമെന്റ് സ്കൂളിലേക്ക് വരിക, ഭയങ്കര സൈലന്റ് ആയിട്ട് ഭയങ്കര ഡീസെന്റ് ആയിട്ട് വരിക. അങ്ങനെ ഫസ്റ്റ് ബെഞ്ചിലിരുന്ന്, രണ്ടാമത്തെ ദിവസം സെക്കൻഡ് ബെഞ്ചിലിരുന്ന്, അങ്ങനെ ആയില്ല, ഒരു വീക്ക് ആയില്ല, അനുമ്പാള് ലാസ്റ്റ് ബെഞ്ചിലെത്തി. അങ്ങനെ ആള് ഫിസിക്കൽ ഞങ്ങളുടെ കൂടെ സ്പോർട്സിന് വന്നതിന് ശേഷം സാറ് റസ്മിനെ കണ്ടപ്പോ ചോദിക്കുക, ഇയാള് സെറ്റ് ആകുമോ നമുക്ക്? അപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞു, സാർ ഇതേ സെറ്റ് ആകുള്ളൂ. അപ്പൊ വർഷം 10 കഴിഞ്ഞ് അവള് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായി. അന്ന് ആ കൊടുത്ത കോൺഫിഡൻസ് ഇപ്പൊ ഞാൻ എന്ത് കണ്ടോ ആ ലെവലിൽ അവൾ അവിടെ എത്തിയിട്ടുണ്ട്. ഈ ലെവലിലേക്ക് അവളെ കൊണ്ടുവന്നതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല, കാരണം ശ്രമിച്ചിട്ട് നടക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ അവള് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഉറപ്പായിട്ടും വിൻ ചെയ്യും. കാരണം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് പരിചയമുള്ളൊരു കൊച്ചാണ് അവള്. ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരെ ഡെയിലി എങ്ങനെ അതിജീവിക്കാമെന്ന് ഒരുപാട് നാളായിട്ട് അവള് പഠിച്ചിട്ട് വന്നേക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവള് വിൻ ചെയ്യും, നമുക്ക് നല്ല ഉറപ്പാണ് അല്ലേ? എന്തായാലും അങ്ങനെ തന്നെ നടക്കട്ടെ.
ഇനി റസ്മിനെ നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റട്ടെ. റസ്മിൻ അല്ലാതെ ഫേവറേറ്റ് ആയിട്ട് ഒരു കണ്ടസ്റ്റന്റ് എന്ന് ചോദിച്ചാൽ ആരെ പറയും? ഇതോ അവിടെ ആർക്കോ പറയുന്നോ പറയണമെന്നുണ്ട്. സിജു, അർജുൻ. ഓക്കെ, ഗേൾസിൽ ആരുമില്ല. ഞാൻ രതീഷ് ഫാനായിരുന്നു, പക്ഷേ ഇന്നലെ അവർ ഔട്ടായി. വിഷമായോ? അവരാണ് എന്റർടൈനർ എന്നുള്ളത് ഭയങ്കര പുള്ളി അടിപൊളിയാണ് ഇതില്. റസ്മിനുമായിട്ട് എങ്ങനെയുണ്ടായിരുന്നു? റസ്മിനും ജാസ്മിനും ഏതാണ്ട് ഒരു സ്വഭാവക്കാരാണ്. ഒരാളെ ഡീബോഡി എന്ന് വിളിക്കണത് ഇഷ്ടമല്ല. ഇല്ല, സെയിം തന്നെയാണ് ജാസ്മിനും. പെട്ടെന്ന് ടെമ്പർ തെറ്റണ രണ്ട് ക്യാരക്ടർ. അതെ, ജാസ്മിൻ നല്ല ആണല്ലേ. എന്തായാലും റസ്മിൻ പോയി ജയിച്ച് വരട്ടെ, പറയാൻ പറ്റുള്ള ആസ് ഓഫ് നൗ അല്ലേ. താങ്ക് യു സോ മച്ച്.